Hello, hi, dear friends. Welcome to Lashmi Nayar's Travel Vlogs. ഒന്നൊന്നര വെയിലായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഷെയ്ഡിൽ വന്നിട്ടാണ് പറയുന്നത്. ഓക്കെ, ഉച്ചയ്ക്ക് ഇറങ്ങുന്നു. ഇന്ന് ലഞ്ച് പുറത്ത്. അപ്പോൾ ഈ ലഞ്ചാണ് നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ലീ ലൂമിനറിൻ്റെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പഴയ റെസ്റ്റോറൻറ്റ് നമ്മൾ ഒരിക്കൽ പോയിട്ടുണ്ട്. ഇതൊരു ന്യൂ കോൺസെപ്റ്റ്, ന്യൂ റെസ്റ്റോറൻറ്റ്. അങ്ങോട്ട് പോയാലോ? ഇത് കുളത്തൂർ സൈഡിലേക്കാണ് പോകേണ്ടത്. ഓക്കെ, അതായത് ടെക്നോ പാർക്കെല്ലാം കഴിഞ്ഞിട്ട് ആ ഭാഗത്ത്. അങ്ങനെ ലീ ലൂമിയർ റെസ്റ്റോറൻറ്റ് എത്തിക്കഴിഞ്ഞു. യാ, നല്ല എക്സ്റ്റീരിയറൊക്കെ കേട്ടോ, അടിപൊളി. ലീ ലൂമിനിയറിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ ഒരു 40 കപ്പാസിറ്റി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലിരിക്കാം. ഫസ്റ്റ് ഫ്ലോറുണ്ട്, പിന്നെ ഒരു സെക്കൻഡ് ഫ്ലോറും ഉണ്ട്. എല്ലാം 40-50 കപ്പാസിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ ലീ ലൂമിയറിൻ്റെ അകത്താണ്. ഇവിടെ എല്ലാം ഫുള്ളാണ്. ഞാൻ അതുകൊണ്ടല്ല ഇരിക്കുന്നത് കേട്ടോ, എനിക്ക് കുക്കിങ്ങിൻ്റെ കുറച്ച് കാര്യം കാണാം. അപ്പോൾ ഇവരുടെ ഒരു സിഗ്നേച്ചർ ഡിഷുണ്ട്, അടിപൊളിയാണ്. അതൊന്ന് കാണാം. നമുക്ക് കിച്ചണിലേക്കും പോകാം. അത് കഴിഞ്ഞിട്ട് കഴിച്ചാൽ പോരെ, മതി എന്നാ തോന്നുന്നത്. ലീ ലൂമിയറിൽ പണ്ട് നമ്മൾ അവരുടെ ലോ കോളേജ് ജംഗ്ഷനിലുള്ള ആ റെസ്റ്റോറൻറ്റിൽ പോയപ്പോഴും അത് വേറൊരു ആംബിയൻസ് ആയിരുന്നു. അവിടെ നമ്മൾ കുക്കിംഗ് എല്ലാം കുറച്ച് കണ്ടിരുന്നു, അവിടുത്തെ ഷെഫെല്ലാം. ഇത് കുളത്തൂർ ജംഗ്ഷനാണ് കേട്ടോ. നിറയെ ആൾക്കാരുണ്ട് ഇപ്പോൾ തന്നെ. ഇത് തുടങ്ങിയിട്ട് അധികം ദിവസമായിട്ടില്ല. സോഫ്റ്റ് ലോഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. വാവ്, നൈസ്. ഇതും ഓക്കെ. ഓ, ഒരു ബ്യൂട്ടിഫുൾ പെയിൻറ്റിങ്. നൈസ് അല്ലേ? ഒരു 3D പോലെ അല്ലേ? 3D പെയിൻറ്റിങ്. ഇത് ആരുടെ ഐഡിയ ആണെങ്കിലും അടിപൊളി. റെസ്റ്റോറൻറ്റിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് ഓപ്പൺ എയർ എന്ന് പറഞ്ഞാൽ ഓപ്പൺ എയർ ആണ്, ഓക്കെ. പക്ഷേ ഇവിടെ AC അല്ല, ഇറ്റ്സ് എൻ ഓപ്പൺ എയർ. ഇവിടുത്തെ ബാക്കി 2 ഫ്ലോറും AC ഹാൾസാണ്. പ്ലസ് അവിടെ ഭയങ്കര ആംബിയൻസ് ആട്ടോ. അപ്പോൾ ലൈറ്റ്സൊക്കെ ഭയങ്കര ഡിമ്മായിട്ട്. പക്ഷെ നമ്മുടെ വീഡിയോ പേർപ്പസിന് അത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ ചൂസ് ചെയ്തു. അപ്പോൾ അവിടെ ഫുള്ളുമാണ് പോരാത്തതിന്. ഇറ്റ്സ് ഹെവി. അതിനകത്തെല്ലാം നിറച്ച ആൾക്കാരാണ്. ഇതിങ്ങനെ നാച്ചുറൽ കാറ്റെല്ലാം ആസ്വദിച്ചിരിക്കാം. ഈവനിങ് നല്ല ആംബിയൻസ് ആയിരിക്കും. ഈ ഒരു ഫ്ലോറും ഗംഭീരമായിരിക്കും. ദിസ് ഇസ് സീസർ സാലഡ്. ഒരു സലാഡ് സെർവ് ചെയ്തിട്ടുണ്ട്. ക്രീം ഓഫ് ബ്രോക്കോളി സൂപ്പിൽ നിന്ന് തുടങ്ങുന്നു. സീസർ സാലഡ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരാളെ പരിചയപ്പെടുന്നു. ദാറ്റ് ഇസ് മിസ്റ്റർ അബി. അബി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ സന്തോഷം എന്താ വെച്ചാൽ പുള്ളി ഇപ്പോൾ വിയന്നയിലെ ഹോൾസാറ്റിൽ നിന്നാണ് വരുന്നത്. ഹോൾസാറ്റ് ഇസ് എ ഫെയറി ടെയിൽ വില്ലേജ്. അവിടെ ഹോട്ടൽ ഇൻഡസ്ട്രി തന്നെയാണ്. പുള്ളി ഹോളിഡേയ്സിന് വന്നിരിക്കുകയാണ്. മനോഹരമായൊരു സ്ഥലത്ത് നിന്ന് വന്ന ആളെന്നുള്ളതിലേക്ക് കൂടുതൽ സ്നേഹം തോന്നുന്നു. അവർ എത്ര വന്നാളായി അവിടെ ഇപ്പോൾ? ഞാനിപ്പോൾ ഓൾ ഓവർ യൂറോപ്പിൽ 8 years പ്ലസ് ആയി. 8 years പ്ലസ്. ഹോൾസാറ്റിൽ 2 years പ്ലസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഞാൻ ഹോൾസാറ്റിൽ ഞാൻ ഒരിക്കൽ പോയതാണ്, ഇനിയും പോകണമെന്ന് തീരുമാനമായി. അറിയാൻ പറ്റില്ല ആളുണ്ടെന്ന്. അതെ അതെ, ഇപ്പോൾ ആളുണ്ടെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വീണ്ടും പോവാം. ദിസ് ഇസ് ബ്രോക്കോളി സൂപ്പ്. നൈസ്, എനിക്കിഷ്ടമാണ്. നൈസ്. ക്രീം ഓഫ് ബ്രോക്കോളി, അടിപൊളി. ക്രീം ഓഫ് ബ്രോക്കോളി സൂപ്പ് ആൻഡ് സലാഡ് ഇസ് സീസർ സലാഡ്. ഗംഭീര. യെസ്, താങ്ക് യു. അടിപൊളി. ലേ ലൂമിയർ ചിക്കൻ, യുവർ സിഗ്നേച്ചർ. അതാണ് ഇത് ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണ്. ലേ ലൂമിയറിൻ്റെ സിഗ്നേച്ചർ ഡിഷാണ് ലേ ലൂമിയർ ചിക്കൻ. കാഷ്യൂ നട്ട്സ് ഒക്കെ ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു മൂവിങ് ഐറ്റം എന്നാണ് പറഞ്ഞത്. ഇത് ബീഫ് ചുട്ടത്. പക്ഷെ ഞാൻ ബീഫ് കഴിക്കാത്ത ആളായതുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. ഇത് മാംഗോ ആണ് തോന്നുന്നു അല്ലേ? പിക്കിൾഡ്. ഓക്കെ, ബീഫ് ചുട്ടത് അടിപൊളി. ചുട്ട ബീഫ് റിബ്സാണ്. അതെ അതെ, ഇത് ഇവിടുത്തെ ഏറ്റവും മൂവിങ് ഐറ്റമാണ്. ഇനി ബീഫ് കഴിച്ച് തുടങ്ങേണ്ട സമയമായി. കാര്യം പല സ്ഥലത്ത് പോകുമ്പോൾ കിട്ടുന്നത് ബീഫിൻ്റെ നല്ല നല്ല ഡിഷസൊക്കെ കൊണ്ടുവരും, അത് മിസ്സാവുന്നുണ്ട്. ഇത് ഫിഷ് പൊള്ളിച്ചതാണ്. ഓ, ഏത് മീനാണ്? റെഡ് സ്നാപ്പർ. ഓക്കെ, റെഡ് സ്നാപ്പറിൻ്റെ പൊള്ളിച്ചത്. വാവ്, ഇലയിൽ പൊള്ളിച്ചത് റെഡ് സ്നാപ്പർ. ഇതെങ്ങനെയൊക്കെയാണ്? ഓ നോ,
വാവ്, നല്ല മസാലയെല്ലാം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന പൊള്ളിച്ചത് റെഡ് സ്നാപ്പ്, നല്ല ഫ്രഷ്. അടിപൊളി മസാലയും കൊള്ളാം. മസാല ആൻഡ് ഫിഷ് ബോത്ത് ആവും ഈക്വലി. നല്ല പച്ചമീൻ ഫിഷ്. നാൻ ആൻഡ് ദിസ് ഇസ് ദ നൂൽ പൊറോട്ട. ഇത് ചൂടോടുകൂടി കഴിക്കണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. ഓക്കെ, ഇതിനോടൊപ്പം ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് ലേലൂമിയർ ചിക്കനാണ്. ഓക്കെ, നൂൽ പൊറോട്ട വിത്ത് ചിക്കൻ. സൂപ്പർ, കൊള്ളാട്ടോ. അണ്ടിപ്പരിപ്പും കിസ്മിസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. വെരി ക്രീമി. ഇവിടുത്തെ സ്പെഷ്യൽ ഫലൂഡയാണ് കേട്ടോ. ഓ ബിഗ്, ഓ മൈ ഗോഡ്. ഡിസേർട്ടിലേക്ക് ഞാൻ കടന്നു കഴിഞ്ഞു. എൻ്റെ അമ്മ, ഈ ഫലൂഡ കാണാനൊക്കെ ഭയങ്കര ഗംഭീരമാണ്, ഇതിൽ കഴിക്കാൻ ഭയങ്കരമാണ്. ഇതിങ്ങനെ ഓവർഫ്ലോ ചെയ്യും. ഫ്രൂട്ട് ഫലൂഡ. ദിസ് ഈസ് ദ ഫ്രൂട്ട് ഫലൂഡ. നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാവും. എനിക്ക് ഏറ്റവും സന്തോഷം ഡിസേർട്ട്സ് കഴിക്കുമ്പോഴാണ്. ഫുഡൊന്നും ആസ്വദിക്കുന്നുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. അത് കഴിയുമ്പോൾ ഒരു ഡിസേർട്ട് കഴിക്കുമ്പോൾ ഒരു കൂൾ ഫീൽ. നമ്മൾ ഫലൂഡ കഴിക്കുമ്പോൾ ഇങ്ങനെ കളഞ്ഞുകൊണ്ടേ ഇരിക്കും. അതൊരു കോമൺ സംഭവമാണ്. ചെറിയ എടുത്ത് ആദ്യമേ കഴിക്കും. ചെറിയ തൊണ്ടവേനയൊക്കെ ആയിട്ടോ വന്ന കേട്ടോ. ഇത് കൂടും. ഒരു ഫലൂഡ ഫുള്ള് കഴിക്കാനുള്ള ആരോഗ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. The next item, Dubai smoothie. Yeah, അവക്കാഡോയും മാംഗോയും എല്ലാം കൂടി ചേർന്ന് വരുന്ന സ്മൂത്തി. വാവ്, ഇത് അടുത്ത സംഭവം. എൻ്റെ ദൈവമേ, കാണാൻ അതിമനോഹരം. ദിസ് ഈസ് ദുബായ് സ്മൂത്തി, മാംഗോ അവക്കാഡോ, 2 ലെയർ. സൂപ്പറായിരിക്കണം. ദിസ് ഇസ് മാംഗോ ആൻഡ് അവക്കാഡോ. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്നതും വളരെ സ്പെഷ്യലാണ്. കാര്യം ഇതൊരു ഓപ്പൺ കിച്ചണാണ്. നമ്മൾക്ക് വരുന്നവർക്കാണെങ്കിൽ കിച്ചൺ കണ്ടുകൊണ്ട് കഴിക്കാനായിട്ട് കയറുമ്പോൾ തന്നെയാണ് അത്. ഇവിടെ നോക്കിയാൽ കാണാം, അകത്ത് നോക്കിയാൽ പുറവും കാണാം. ഇത് ഫുൾ കിച്ചൻ്റെ പാർട്ടാണ് കേട്ടോ. പിന്നെ 3 നില മുകളിലേക്ക്. അങ്ങനെ നമ്മുടെ ലേ ലൂമിയർ എന്നുള്ള ബ്യൂട്ടിഫുൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഇറങ്ങുന്നു. പറയാൻ വാക്കുകളില്ല, ഗംഭീരമായിരുന്നു. ഞാൻ വെറുതെ പറയുന്നതല്ല, സീരിയസ് ആയിട്ട്. ഞാൻ സാധാരണയായിട്ട് ഫുഡ് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ ആത്മാർത്ഥമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ നല്ലത് പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പിന്നെ വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് കൂടി അത് ഉപയോഗപ്പെടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ഭക്ഷണം ഇവിടെ, നല്ല വെറൈറ്റീസ് ഓഫ് ഡിഷസ് നിങ്ങൾക്ക് കഴിക്കാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഈ സമയത്തൊക്കെ നല്ല തിരക്ക്, പ്രത്യേകിച്ച് വീക്കെൻഡ്, വെള്ളി ശനി ഞായറൊക്കെ ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കുള്ള ലഞ്ച്, രാത്രിത്തെ ഡിന്നർ, എനിത്തിങ് ഈസ് ഓക്കെ. അപ്പോൾ കൊളത്തൂരാണ് സ്ഥലം. ഓക്കെ, UST ഗ്ലോബലിനെ വളരെ അടുത്ത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമാകുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ